കേരളത്തിലെ രാഷ്ട്രീയ മാഫിയയെ പാഠം പഠിപ്പിക്കാൻ പുതിയ തന്ത്രവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ചില കേസുകളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ദുബായിലാണ്. സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിലടക്കം നിർണായക വിവരങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് കിട്ടിയിട്ടുമുണ്ട്. രാജ്യത്തെ പല അഴിമതിയുടെയും കൈക്കൂലി പണം കൈമാറുന്നത് ദുബായിലാണ്. പിന്നീട് ഇത് സ്വർണമായും മറ്റും കേരളത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ദുബായിൽ ബിസിനസ് നടത്തുന്ന രീതിയുമുണ്ട്. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ് വിദേശ വിനിമയ വ്യവസ്ഥകൾ ലംഘിച്ച് ദുബായിൽ വസ്തു വാങ്ങിയവരെ പിടികൂടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പദ്ധതി ഒരുക്കുകയാണ്. കേരളത്തിലെ ഉന്നതരെയാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും അടക്കം ദുബായിൽ വൻ അനധികൃത നിക്ഷേപമുണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. സമാനമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരും ദുബായിലെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കേന്ദ്രമാക്കുന്നുണ്ട്. UAE സർക്കാരിന്റെ സഹായത്തോടെയാകും ദുബായിലെ ED അന്വേഷണം. പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. ഈ അന്വേഷണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്യും. ദുബായിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുക. ഫെമ ലംഘനത്തിനും നടപടി നേരിടേണ്ടി വന്നേക്കാം. ആദായ നികുതി വകുപ്പിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണം. റിയൽ എസ്റ്റേറ്റ് വിപണി ആകർഷകമായതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ ദുബായിൽ വസ്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഡെവലപ്പർമാരുടെ ഓഫറുകളും കുറഞ്ഞ തോതിലുള്ള തിരിച്ചടവുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നതിനാൽ വൻതോതിൽ വസ്തു കച്ചവടം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ വിദേശ കറൻസി വിനിമയ വ്യവസ്ഥകൾ പലരും ലംഘിച്ചിട്ടുള്ളതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധന നടത്തുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ മിക്കവരുടെയും ബന്ധുക്കൾ ദുബായിലാണുള്ളത്. ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് പകരം കയറ്റുമതി വരുമാനം ഉപയോഗിച്ച് വിദേശത്ത് സ്വത്ത് വാങ്ങുക, പ്രവാസിയായ ബന്ധുവിൽ നിന്ന് സമ്മാനമായി ലഭിച്ച പണം ഉപയോഗിച്ച് വിദേശത്ത് സ്വത്ത് വാങ്ങുക, RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റ്സ് സ്കീം വഴി ബാങ്കിംഗ് സംവിധാനത്തിലൂടെ പണം കൈമാറുന്നതിന് പകരം ഹവാല ഇടപാടുകൾ നടത്തുക തുടങ്ങിയവയൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ്. വിദേശത്ത് ആസ്തികൾ സ്വന്തമാക്കുന്നതിന് പ്രതിവർഷം $2,50,000 വരെ നിക്ഷേപിക്കാനാണ് LRS വഴി അനുവാദമുള്ളത്. എന്നാൽ ഈ പരിധി പലരും ലംഘിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നൂലാമാലകൾ ഒഴിവാക്കാൻ മിക്ക രാഷ്ട്രീയക്കാരും ബന്ധുക്കളെ വിദേശ പൗരന്മാരാക്കുന്ന രീതിയുമുണ്ട്. തൽക്കാലം ദുബായിൽ മാത്രമാകും ആദ്യ ED ഇടപെടൽ. പിന്നീട് മറ്റ് രാജ്യങ്ങളിലെ സമാന സംഭവങ്ങളും പരിശോധിക്കും. ഇന്ത്യയിലെ പല നേതാക്കളെയും കേന്ദ്ര സർക്കാരിന്റെ വരുതിയിലാക്കാനാണ് ഈ അന്വേഷണമെന്ന് സൂചനയുണ്ട്. UAE സർക്കാരിന്റെ സഹകരണം ഈ അന്വേഷണത്തിന് ഇന്ത്യ ഉറപ്പാക്കും. വിദേശ എക്സ്ചേഞ്ചുകൾ, ബ്ലോക്ക് ചെയിൻ ശൃംഖലകൾ എന്നിവ വഴി ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്തി ഡെവലപ്പർമാർക്ക് കൈമാറി സ്വത്ത് സ്വന്തമാക്കിയവർക്കെതിരെയും നടപടിയുണ്ടാകും. ഇത്തരം ഇടപാടുകളുടെ ഹബ്ബായി ദുബായ് മാറിക്കഴിഞ്ഞു. സ്വത്തിൽ നിന്ന് വായ്പ എടുത്തോ വാടക വരുമാനത്തിൽ നിന്ന് മുൻകൂർ കടമായി വാങ്ങിയോ ഇടപാട് നടത്തിയവരും ഫെമ വ്യവസ്ഥകൾ ലംഘിച്ചതായി കണക്കാക്കുമെന്നാണ് വിലയിരുത്തൽ. ദുബായിലെ സ്വത്ത് വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാലും നടപടി നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ പരിശോധന ശക്തമാക്കാനുള്ള കർമ്മസമിതിക്ക് UAE അംഗീകാരം നൽകിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തെ സഹായിക്കുക, പരിശോധനയുമായി സഹകരിക്കാത്ത ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുക, നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ UAE പുരോഗതി നേടി. എല്ലാത്തര സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കണ്ടെത്തി തടയുന്നതിനുള്ള ആഗോള സഹകരണം ഈ നീക്കത്തിന് കരുത്തു പകരാനാണ് കർമ്മസമിതി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനും സ്വദേശത്തും വിദേശത്തുമുള്ള അനധികൃത ശൃംഖലകളെ തടയുന്നതിനും ആവശ്യമായ നടപടി UAE സ്വീകരിച്ചിട്ടുണ്ടെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് UAE ഗവർണറും UAE ദേശീയ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ സമിതി ചെയർമാനുമായ ഖാലിദ് മുഹമ്മദ് ബലായ അറിയിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനുമെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയതിനാൽ 2023 മാർച്ച് മുതൽ ജൂലൈ പകുതി വരെ 130 കോടി ദിർഹത്തിന്റെ സ്വത്തുക്കൾ UAE കണ്ടുകെട്ടിയിരുന്നു. നിയമലംഘകർക്കെതിരെ ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ 19.9 കോടി ദിർഹം പിഴ ചുമത്തി. 2022 ഇത് 7.62 കോടിയായിരുന്നു. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യയും ദുബായിലേക്ക് അന്വേഷണം നീട്ടുന്നത്.